നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രൊഫസർ കോന്നി കോകുമാർ. കേരളത്തിലെ രാഷ്ട്രീയം ബഹു രസമാണ്. ഓരോ ദിവസവും അടിക്കടി രാഷ്ട്രീയത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കാണുന്നു. BJP ആണ് എപ്പോഴും വിവാദങ്ങളുടെ ഒരറ്റത്ത് ഓരം ചേർന്ന് നിൽക്കുന്നത്. അതിന് കാരണം LDF അധികാരത്തിൽ വന്നാലും UDF അധികാരത്തിൽ വന്നാലും ഓരോ എതിർ കക്ഷിയും ആരോപിക്കുന്നത് BJPയുടെ സഹായം കൊണ്ടാണ് വലതുപക്ഷവും ഇടതുപക്ഷവും ഒക്കെ കേരളത്തിൽ അധികാരത്തിൽ എത്തുന്നത് എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 1.5 വർഷം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. അതിനു മുൻപ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. BJPയുടെ വളർച്ച ഉറപ്പിച്ച ചില തെരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ കടന്നുപോയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പും പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ BJPയുടെ വോട്ട് ശതമാനം ഉയർത്തിക്കാട്ടി. എന്നാൽ ആരോപണങ്ങൾ എപ്പോഴും BJPയെ പൊതിഞ്ഞു നിന്നു. പ്രത്യേകിച്ച് പ്രസിഡന്റ് K. സുരേന്ദ്രൻ ആരോപണങ്ങളുടെ ശരശയിലായിരുന്നു. സുരേന്ദ്രനെ ആരോപണങ്ങളുടെ ശരശയിൽ ഇടുന്നത് പലപ്പോഴും BJPയുടെ നേതാക്കൾ തന്നെയാണ്. ഒറ്റതിരിഞ്ഞ ചില നേതാക്കൾ വളർന്നു വരാൻ ശ്രമിക്കുന്നു. അതിലൊരു ഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ, മറുഭാഗത്ത് PK കൃഷ്ണദാസ് പക്ഷം. ഇപ്പോൾ കൃഷ്ണദാസ് പക്ഷവും MT രമേശ് പക്ഷവും ഒക്കെ ഒരു വശത്ത് ഒരുമിച്ച് കൂടുന്നു. K. സുരേന്ദ്രനുമായി ശോഭാ സുരേന്ദ്രൻ ഗ്രൂപ്പ് തലത്തിൽ ചില സമവായങ്ങളിലെത്തി എന്ന വാർത്തകൾ വരുന്നു. ആകെ വിചിത്രമെന്ന് നമുക്ക് തോന്നാം. എന്താണ് BJPയിൽ സംഭവിക്കുന്നത്? അങ്ങയുടെ ഒരു നിരീക്ഷണം. BJPയുടെ ചരിത്രം എടുത്ത് നോക്കിയാലേ BJP ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡു ഓർ ഡൈ. മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കാണ്. ഒന്നുകിൽ എന്തെങ്കിലും പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. മരിക്കുക എന്ന് പറഞ്ഞാല് BJP നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി 2025 വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. 1 വർഷം കഷ്ടിച്ച് കഴിയുന്നതിന് മുമ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിലുണ്ടാവും. ഇത് BJPക്ക് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ BJPക്ക് നിലനിൽക്കണമെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം. കാരണം UDFും അതുപോലെ തന്നെ LDFും അതല്ലെങ്കിൽ കോൺഗ്രസും അതല്ലെങ്കിൽ CPM ഇവർ രണ്ടുപേരും ജനങ്ങളെ സമീപിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ മാധ്യമം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭാരവാഹികളാണ്. അപ്പോൾ ഒരു ബൂത്തിലെ വോട്ടാണല്ലോ പാർലമെന്റിലെ വോട്ടിനെ വരെ തീരുമാനിക്കുന്നത്. ആ ബൂത്തിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് പഞ്ചായത്ത് മെമ്പർമാരാണ്. അപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് വലിയ തെരഞ്ഞെടുപ്പാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ ആ ഒരു തെരഞ്ഞെടുപ്പിനെ BJPക്ക് നേരിടണമെങ്കിൽ BJP ഒരു സ്ട്രക്ചേർഡ് പൊളിറ്റിക്കൽ പാർട്ടി ആകണം. നിർഭാഗ്യവശാൽ പല പ്രഗത്ഭന്മാരും BJP പ്രസിഡന്റുമാരുമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും BJP ഒരു സ്ട്രക്ചേർഡ് പൊളിറ്റിക്കൽ പാർട്ടിയാക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. പാർട്ടി സ്ട്രക്ചേർഡ് പൊളിറ്റിക്കൽ പാർട്ടി ആകണമെങ്കിൽ BJP ഒരു കേഡർ പാർട്ടിയാണ്. ആ കേഡർ പൊളിറ്റിക്കലി ട്രെയിൻഡ് ആണെങ്കിലേ പറ്റുള്ളൂ. BJP നേരിടുന്ന വെല്ലുവിളിയും അത് തന്നെയാണ്. അതായത് ഒരു ഭാഗത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വികാരമാണ്, ഒരു ജനക്കൂട്ടമാണ്. ജനക്കൂട്ടത്തിനെ സൃഷ്ടിക്കാൻ ഏതെങ്കിലും ഒരു മുദ്രാവാക്യത്തിനോ അല്ലെങ്കിൽ കുറച്ച് നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ സമുദായ സംഘടനകളുടെയും ഒക്കെ ആയിട്ടൊരു കൂട്ടായ്മയ്ക്ക് ഒരു പരിധി വരെ കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കൃത്യമായ കേഡർ സിസ്റ്റമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ ഇതിനിടയ്ക്കാണ് BJPയുടെ സ്പേസ്. ഒരു ഭാഗത്ത് ജനക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നേതാക്കന്മാരുള്ള കോൺഗ്രസ് ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ ശക്തമായ ഒരു പാർട്ടി മിഷണറിയെ ചലിപ്പിക്കാൻ കഴിവുള്ള അത്തരം ഒരു പാർട്ടി മിഷണറിയുള്ള CPM മറുഭാഗത്ത്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിന്റെ ഖജനാവിൽ പണമില്ലെങ്കിലും പാർട്ടിയുടെ ഖജനാവിൽ ഇഷ്ടം പോലെ പണമുണ്ട്. അത് തന്നെയാണ് LDFന്റെ ഏറ്റവും വലിയ കരുത്തും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഷ്ടംപോലെ തെരഞ്ഞെടുപ്പിൽ ഇട്ട് കളിക്കാൻ പണമുള്ള ഒരു പാർട്ടി. തൊട്ടപ്പുറത്ത് കോൺഗ്രസിനും ഫണ്ടിന്റെ വലിയ ഷോർട്ടേജ്. ഒരുപക്ഷെ കർണാടക കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ട് അവിടെ നിന്നൊക്കെ ഫണ്ട് എത്തിയേക്കാം. പക്ഷെ BJPയെ സംബന്ധിച്ച് ഫണ്ടിനും ബുദ്ധിമുട്ടില്ല. അല്ല, ഫണ്ടിന് കേരളത്തിൽ ഒരു പാർട്ടിക്കും ബുദ്ധിമുട്ടില്ല സുമനെ. അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിലേക്ക് ഒഴികെ ഫണ്ടിന് വല്ല കണക്കുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ആലപ്പുഴ KC വേണുഗോപാൽ ചിലവാക്കിയ ഫണ്ടിന് എന്താണ്? തിരക്കി നോക്കിക്കോളൂ. പിന്നെ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ എത്രായിരം രൂപയാണ് കൊടുത്തതെന്ന്. അത് കർണാടകത്തിൽ നിന്ന് പണം ഇങ്ങോട്ട് ഒഴുകി. BJPക്ക് പണം വന്നിട്ടുണ്ട്. BJPക്ക് പിന്നെ പലതരത്തിൽ പണമുണ്ട്. പക്ഷെ BJPക്ക് കിട്ടുന്ന പണം അത് മിക്കവാറും ഒക്കെ പാർട്ടി പ്രവർത്തനത്തിന് എത്തത്തില്ല. അതിൽ ഇടപെട്ടുകാർ കൊണ്ടുപോകുക. അങ്ങനെ BJPയുടെ പ്രത്യേകത. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷെ അവർ പണം ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പണത്തിന് പ്രശ്നമേ ഇല്ല. അപ്പോൾ പണം ഉപയോഗിച്ച് കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് വിധിയെ നിയന്ത്രിക്കാം എന്ന് നമ്മൾ പറഞ്ഞാൽ ഒരു പരിധിവരെ അത് ശരിയാവും, അതിനപ്പുറം ശരിയാവില്ല. എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം?
പിയുടെ നേതൃനിരയിലേക്ക് ആർക്കാണ് കൂടുതൽ സാധ്യത? ഒരു തെരഞ്ഞെടുപ്പിനുള്ള അവസരം തുറന്നു കിട്ടുമോ, അതോ കേന്ദ്ര നേതാക്കൾ വീണ്ടും സുരേന്ദ്രനെ തന്നെ സംസ്ഥാന പ്രസിഡന്റായി തുടരാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അനുവദിക്കുമോ? അല്ല, സുരേന്ദ്രനെ തുടരാൻ അനുവദിച്ചാൽ ആദ്യം നമ്മൾ പഞ്ചായത്തിൽ സംപൂജ്യരാകും. വീണ്ടും തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ 26 കഴിയുമ്പോൾ നിയമസഭയിൽ ഒരു അംഗത്തെ പോലും എത്തിക്കാൻ കഴിയില്ല. അത് സംശയിക്കേ വേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം പരാജയപ്പെട്ട പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് വലിയ പ്രത്യാശയുണ്ടായിരുന്ന ആളുകൾക്ക് സുരേന്ദ്രൻ വരുമ്പോൾ BJP-യിൽ വലിയ അടിസ്ഥാനപരമായ മാറ്റമുണ്ട്. ഒരു മാറ്റം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, BJP-യിലെ മുൻകാല നേതാക്കന്മാരെയൊക്കെ കോർണർ ചെയ്ത് തൻ്റെ ഒരു അപ്രമാദിത്വം സ്ഥാപിക്കാനാണ് സുരേന്ദ്രൻ ശ്രമിച്ചത്. ആ കൂട്ടത്തിൽ അക്കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയി. ഒരു നേതാവ് പാർട്ടി പിടിച്ചിട്ട് കാര്യം എന്താണ്? നേതാവിന് ജനകീയ അക്സെപ്റ്റൻസ് ഇല്ലാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഒരു നേതാവിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഗ്രൂപ്പല്ലല്ലോ വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണ്. അപ്പം പൊതുസമൂഹത്തിൻ്റെ ഒരു അക്സെപ്റ്റൻസ്, ഒരു അംഗീകാരമില്ലാത്ത ഒരു നേതാവിന് എത്രയൊക്കെ പാർട്ടിയിൽ എന്തെല്ലാം സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും, എത്ര കോടി രൂപ കൈവശമുണ്ടെങ്കിലും, എത്ര പാർട്ടി ഫണ്ട് വരുമെങ്കിലും, കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത് ഒരു അധികാരത്തിലെത്തുക അപ്രായോഗികമാണ്. പാർട്ടിയിലെ പ്രവർത്തകർ കൂടുതൽ ആര് നേതാവായി കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെയാണ് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെ കമന്റുകൾ പരിശോധിച്ചാൽ മതി. സ്വയം തന്നെ കൊടുത്ത ഒരു വാർത്തയുണ്ടല്ലോ, വരുന്ന ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ച്. ആ കമന്റുകളിലൊക്കെ വന്ന ബഹുഭൂരിപക്ഷവും ശോഭാ സുരേന്ദ്രൻ BJP-യുടെ പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ്. അതായത് ഒരു കാലത്ത് സുരേന്ദ്രൻ പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിച്ചതുപോലെ, അത് ശബരിമല കത്തി നിൽക്കുന്ന വിഷയമാണ്. ഇന്ന് വിഷയങ്ങളൊന്നും കത്തി നിൽക്കുന്നില്ല. ഇന്ന് കത്തി നിൽക്കുന്ന വിഷയം BJP-ക്ക് നേതൃത്വം ഇല്ലെന്നുള്ളതാണ്. മറ്റേ സുരേന്ദ്രൻ വരുമ്പോൾ പാത വളരെ സുഗമമായിരുന്നു. കാരണം ശബരിമല കത്തി നിൽക്കുന്നു, ജനവികാരം ഗവൺമെന്റിന് എതിരാണ്. ആ സാഹചര്യത്തിൽ സുരേന്ദ്രനെ പോലെ ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് വന്ന് പ്രസിഡന്റ് ആയാൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടുമായിരുന്നു. പക്ഷെ അത് പ്രയോജനപ്പെടുത്തിയില്ല അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ പ്രശ്നമല്ലേ, ജനങ്ങളുടെ പ്രശ്നമല്ലല്ലോ. ഇപ്പൊ അത്തരം ഒരു ഇഷ്യൂസ് ഒന്നുമില്ല, ഇത്തരം പൊളിറ്റിക്കൽ ഇഷ്യൂ ഒന്നുമില്ല. ഇവിടെ ഉള്ളത് BJP നിർജീവമായ ഒരു നേതൃനിരയുമായി പോകുന്നു. BJP അധികാരത്തിലെത്തണമെന്നും BJP-ക്ക് MLA-മാരും MP-മാരും ഒക്കെ ഈ സംസ്ഥാനത്ത് ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന BJP-ക്കാർ മാത്രമല്ല, നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന, NDA-യുടെ നയങ്ങൾ ഇഷ്ടപ്പെടുന്ന, നരേന്ദ്രമോദിയുടെ വികസനം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ജാതിക്കും മതത്തിനും അതീതമായിട്ട് തന്നെയുണ്ട്. ഇപ്പൊ അങ്ങ് പറയാതെ പറഞ്ഞു വരുന്നത് ശോഭാ സുരേന്ദ്രന് ഒരു ജനകീയ പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണോ? ശോഭാ സുരേന്ദ്രന് ജനകീയ പിന്തുണ ഉണ്ടെന്നുള്ളത് താങ്കൾക്ക് ബോധ്യപ്പെടാൻ താങ്കൾ കൊടുത്ത വാർത്തകളിലെ കമന്റ് വായിച്ചാൽ മതി. അത് എന്നെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അങ്ങേക്ക് തന്നെ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എങ്ങനെ ഇരിക്കുന്നു, എത്ര പേര് ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതികൂലിക്കുന്നുണ്ട്. വളരെ ക്ലിയർ അല്ലേ അത്? മറുവശത്ത് ഈ നമ്മൾ കണ്ടു തമിഴ്നാട്ടിലെ അണ്ണാമലൈ എന്നൊരു നേതാവ് വളർന്നു വരുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ കർണാടകയിൽ തല ഉയർത്തി വരുന്ന ഇപ്പോൾ തേജസ്വി സൂര്യ പോലെയുള്ള താരങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ യുവാക്കളെ പ്രത്യക്ഷത്തിൽ നേതൃനിരയിലില്ലാത്തവരെ ആനയിച്ചു കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുന്ന ദേശീയ നേതൃത്വം. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ കാലാകാലങ്ങളായി കണ്ടുമടുത്ത ഈ മുഖങ്ങൾ മാത്രമേ ഇവിടെ BJP-യുടെ തലപ്പൊക്കത്തുള്ളൂ. അതൊരു വലിയ പരാധീനതയല്ലേ പാർട്ടിക്ക്? വലിയ പരാധീനതയാണ്. അത് വളരെ കൃത്യമായ ഒരു വിശകലനമാണ് സ്വയമൻ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത അറിയണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ BJP നേതാക്കന്മാർ, അതായത് സ്ഥിരമായി നമ്മൾ കാണാറുള്ള BJP നേതാക്കന്മാർ മത്സരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വോട്ടും BJP-യായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകൾ പെട്ടെന്ന് BJP-യുടെ നേതൃത്വത്തിലേക്ക് വന്ന, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായിട്ട് വന്ന ആളുകൾ, അത് ജേക്കബ് തോമസ് ആയാലും ശരി, അതല്ലെങ്കിൽ ശ്രീധരനായാലും ശരി, KS രാധാകൃഷ്ണൻ ആയാലും ശരി. KS രാധാകൃഷ്ണൻ BJP-യായിട്ട് ബന്ധമുള്ള ആളാണ്. ഇങ്ങനെ ആളുകളെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇവരൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ നേതാക്കന്മാരെക്കാൾ വലിയ വോട്ടിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവരോടൊപ്പം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞ BJP-യിലെ ഏക നേതാവ് ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. മറുവശത്ത് ഇത് തന്നെയാണ് കേരളത്തിലെ BJP അണികൾക്ക് പോലും ആശങ്കയുണ്ടാക്കുന്നത്. ഇത്തരം വലിയ വലിയ താരങ്ങളെ അവർ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും, പിന്നീട് കറിവേപ്പില പോലെ വലിച്ചെറിയും. ഇവരൊന്നും തെരഞ്ഞെടുപ്പിന് ശേഷം BJP-യുടെ പ്രവർത്തനങ്ങളിലോ മുഖ്യബന്ധാവിലോ കേരളത്തിൽ പിന്നീട് നമ്മൾ കാണത്തില്ല, ശ്രീധരൻ ഉൾപ്പെടെയുള്ള ഈ വലിയ ആളുകളെ. മറുവശത്ത് സ്ഥിരം മുഖങ്ങൾ, സ്ഥിരം BJP-യുടെ അമരത്തിരിക്കുന്ന ഒരു സംഘം ആളുകൾ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഉപതെരഞ്ഞെടുപ്പ് വന്നാലും അവർക്കിടയിൽ സ്ഥാനാർത്ഥിത്വം വീതിച്ചു നൽകി അവർ തന്നെ സ്ഥിരം മുഖങ്ങളായി അവതരിക്കുന്നു. അവരുടെ വോട്ടിന്റെ ഏറ്റക്കുറച്ചിലുകൾ പാർട്ടിക്കിടയിൽ ഒരു ചർച്ചയാകുന്നു. വരും തെരഞ്ഞെടുപ്പുകളിൽ ഇത് തന്നെ തുടരുന്നു. ഇത് എത്രയോ കാലങ്ങളായി കാണുന്നു ഒരു മാറ്റം. അത്
BJP ദേശീയ തലത്തിൽ മുന്നോട്ട് വെച്ച ഒരു വാക്കാണ്. പക്ഷേ ആ മാറ്റം കേരളത്തിൽ മാത്രമില്ല. അതിന്റെ കാരണം വെച്ചാൽ കേരളത്തിലെ പല നേതാക്കന്മാരും, എല്ലാവരെയും ഞാൻ പറയില്ല, പല നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കവിത ആലോചിച്ചുകൊണ്ട് പറഞ്ഞാൽ വിജയം ദുഃഖമാണുണ്ണി, ഫണ്ടല്ലോ സുഖപ്രദം. അതാണ് അവരുടെ, അതായത് ജയിച്ചു കഴിഞ്ഞാൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം നിയമസഭയിൽ പോകണം, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം. ഇതിനെല്ലാം ഉപരിയായിട്ട് ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാർട്ടി ഫണ്ട് ചെലവഴിക്കണ്ടേ? ചുമ്മാ ജയിക്കാൻ ഒക്കത്തില്ലല്ലോ. പാൾപോസ്റ്റ് അടിക്കണം, അത് ഒട്ടിക്കണം. അതേസമയം കിട്ടുന്ന പാർട്ടി ഫണ്ട് ഉള്ളത് പോക്കറ്റിലിട്ട് ആഹ്വാനമൊക്കെ ചെയ്ത് ഒരു പരുവത്തിന് നിന്നാൽ ഫണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ജയിച്ച സ്ഥാനാർത്ഥിക്കുള്ള ഉത്തരവാദിത്വമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതെത്രയോ കാലമായിട്ട് കേരളത്തിൽ തുടരുന്നതാണ്. ഫണ്ടിന്റെ കുറവുകൊണ്ടാണോ BJP പരാജയപ്പെട്ടിട്ടുള്ളത്? ഫണ്ടിന്റെ കുറവുകൊണ്ടല്ല, ഫണ്ട് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വൈമനസ്യമുള്ള സ്ഥാനാർത്ഥികൾ, അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ കണ്ടു മടുത്ത മുഖങ്ങൾ, ജനങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു മുഖം വേണ്ടേ? ഉദാഹരണത്തിന് പാലക്കാട് മത്സരിക്കാൻ പത്തനംതിട്ട ജില്ലക്കാരനായ രാഹുൽ മാങ്കൂട്ടം ചെല്ലുകയാണ്. അവിടെ വലിയൊരു ചലനം ഉണ്ടാക്കിയില്ലേ? കോൺഗ്രസിനകത്ത് കുറെ കാലമായിട്ട് നിന്ന് പ്രവർത്തിച്ച ഡോക്ടർ സരിൻ, എത്ര അപഹാസ്യനായി പോയി സരിനെ. അപ്പൊ സരിനെ മാർക്സിസ്റ്റ് പാർട്ടി സ്പോൺസർ ചെയ്യുമ്പോൾ സ്റ്റെതസ്കോപ്പ് ചിഹ്നം കൊടുക്കുമ്പോൾ പാർട്ടിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന നിഷ്പക്ഷ വോട്ടുകളെ സരിന് കിട്ടുമെന്ന്. സരിനൊരു കോമാളിയായി എന്നുള്ളതല്ല. എന്താണ് ഞാൻ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞൊരു നേതാവ് അവിടെ ചെന്നുണ്ടാക്കിയ ഒരു ചലനം കണ്ടില്ലേ? അല്ലെങ്കിൽ അബിൻ വർക്കി BJPയിലുള്ള കോൺഗ്രസിനകത്തുള്ള ഒരു നേതാവാണ്. അങ്ങനെയുള്ള ചെറുപ്പക്കാര് കോൺഗ്രസിനകത്ത് വരികയും പെട്ടെന്ന് താരങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നത് അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു കേഡറിനെ വളർത്തിയെടുക്കാത്തതിന്റെ പ്രശ്നം BJP നേതാക്കന്മാരുടെ സ്വാർത്ഥതയാണ്. യൂത്ത് ശ്രേണിയിൽപ്പെട്ട ഒരു നേതാവിനെ പോലും ഉയർത്തിക്കാട്ടാൻ ഈ BJPക്ക് കേരളത്തിൽ കഴിയുന്നില്ല. പിന്നെ മറ്റൊരു വലിയ ദുര്യോഗം BJP നേതാക്കൾക്കുണ്ട്. എത്രയോ വർഷങ്ങളായി മത്സരിക്കുന്നു, ഒരിക്കൽ പോലും ഭരണത്തിലെത്താൻ കഴിയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു സീറ്റ് വിജയിച്ചാൽ അത് താനായിരിക്കണമെന്നൊരു മത്സരബോധം, അതാണ് ഇവർ വീണ്ടും വീണ്ടും മത്സരിക്കാനുള്ള ഒരു മുഖ്യ കാരണവും. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴേ വൈസ് പ്രസിഡന്റ് ഷിയൻ രാധാകൃഷ്ണനായിരുന്നു മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഫൈറ്റ് നടത്തിയിട്ടും ജയിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അറിയാതിരിക്കാൻ, ജയിക്കാനോ? ഞങ്ങൾ ജയിക്കുമെന്നോ? നിങ്ങൾ എവിടുത്തുകാരനാണെന്ന് ചോദിച്ചു. ഏത് പത്രക്കാരനാണ്? ഞാൻ ജയിക്കാനാണ്. അപ്പൊ കാരണം അദ്ദേഹത്തിന് തന്നെ ഉറപ്പാണ്, തോക്കാൻ മത്സരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാ സുവിനെ ജയിക്കാൻ പറ്റുന്നത്? ജയിക്കണമെന്ന് പ്രതീക്ഷ വേണ്ടേ? ജയിക്കാൻ സ്വപ്നം വേണ്ടേ? പാർട്ടി ഫണ്ട് മാത്രം സ്വപ്നം കാണുന്നവൻ എങ്ങനെ ജയിക്കാൻ പറ്റുന്നത്? അതും അടിമുടി മാറിയെങ്കിൽ ഈ ഒരു മെന്റാലിറ്റി BJPയുടെ അണികളിൽ നിന്നോ അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിൽ നിന്നും മാറ്റിയെടുക്കണം. അതിനവരെ മാറ്റി വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയമായിട്ട് ചിന്തിക്കാനും കേരളത്തെ സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളോടെ ഫലപ്രദമായി സംവദിക്കാനും കഴിയുന്ന ഒരു നേതൃനിരയെ പ്രാദേശികമായിട്ടുണ്ടാക്കണം. നിയോജകമണ്ഡലം തലത്തിലുണ്ടാകണം, ജില്ലാ തലത്തിലുണ്ടാകണം, സംസ്ഥാന തലത്തിലുണ്ടാകണം. അല്ല സംസ്ഥാനത്തൊരു നേതാവിന് ആഹ്വാനം ചെയ്താലൊന്നും പറ്റില്ല. മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന കാര്യം സ്വയം ശ്രദ്ധിക്കണം. മാർക്സിസ്റ്റ് പാർട്ടി ഒരു വിഷയമെടുത്താൽ അവർ കൃത്യമായി കോർണർ മീറ്റിങ്ങുമായിട്ട് പോകും. കോർണർ മീറ്റിങ്ങിന് വലിയ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ അവരുടെ വീട് വീടാന്തരം കയറി ഇറങ്ങി നടക്കുന്ന പ്രചരണങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബൂത്തിൽ എത്ര വോട്ടർമാരുണ്ടെന്നും അവരിൽ എത്ര വോട്ട് BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ BJPക്ക് എത്ര ഉറച്ചോട്ടുണ്ട്, എത്ര ഉറച്ചോട്ട് പിന്നെ UDFനുണ്ട് അല്ലെങ്കിൽ LDFനുണ്ട്, എത്ര വോട്ടുകൾ നമുക്ക് സമാഹരിക്കാൻ കഴിയും, ഇതൊക്കെ കൃത്യമായി അറിയണമെങ്കിൽ കേഡർമാരെ ട്രെയിൻ ചെയ്യണം. അപ്പം കേഡർമാർക്ക് ട്രെയിൻ ചെയ്ത് കേഡർമാരെടുക്കത്തക്ക വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ പരിശീലന കേന്ദ്രം BJPക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ BJPക്ക് നിൽക്കാൻ പറ്റുള്ളൂ. മറുവശത്ത് ഈ ശോഭാ സുരേന്ദ്രന്റെ കാര്യം നമ്മൾ ഭംഗ്യന്തരാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർക്ക് വോട്ട് ശതമാനം ഉയർത്താൻ ഒരു വശത്ത് കഴിയുന്നു. മറുവശത്ത് ഒരു പോരാളിയായി, ഒരു ശക്തയായ വനിതാ നേതാവായി ശോഭാ സുരേന്ദ്രൻ BJPയുടെ തലപ്പൊക്കത്ത് നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇത്രയധികം ഒരു മുഖ്യ ശ്രദ്ധാകേന്ദ്രമാകുന്നത്? പാർട്ടി പ്രവർത്തകർ കൂടുതൽ അവരൊരു അധ്യക്ഷയാകണമെന്ന് ആഗ്രഹിക്കുന്നത്? അതിനകത്ത് പണ്ട് ഒരു ബ്രിട്ടീഷ് MP പറഞ്ഞൊരു കമന്റാണ് ഞാൻ ഓർക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞത്, ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിൽ ഒരു പുരുഷനെ ഉള്ളത് ഇന്ദിരാഗാന്ധിയാണ്, BJPയിൽ ഒരു പുരുഷനെ ഉള്ളത് ശോഭാ സുരേന്ദ്രനാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നത്. അപ്പൊ അതൊരു വംശീയം അല്ല, മറ്റൊരു തലത്തിൽ നമ്മള് ലിംഗ തലത്തിൽ അതൊരു അധിക്ഷേപ പരാമർശമായി പോവില്ലേ? അല്ല, അധിക്ഷേപ പരാമർശമല്ല, അതൊരാടെ കാലിബറാണ്. ഞാനീ പറഞ്ഞത് ബ്രിട്ടീഷ് MP വാക്കുകൾ കടമെടുത്താണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പുരുഷനെ, പുരുഷാധിപത്യം നമ്മുടെ സൊസൈറ്റി മെയിൽ ഡോമിനേറ്റഡ് അല്ലെന്ന് സ്വയം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ എത്ര വനിതകളെ മത്സരിപ്പിക്കാൻ CPM തയ്യാറായിട്ടുണ്ട്, എത്ര വനിതകളെ മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട്? ഇന്നുവരെ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ടുണ്ടോ?
മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ടുണ്ടോ? പക്ഷെ ഒരു സ്ത്രീയെ പിന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാനുള്ള സാധ്യതയല്ലേ തുറന്നു കിട്ടിയിരിക്കുന്നത്? അപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അല്ലാതെ സ്ത്രീക്ക് പുരുഷനും തുല്യ അവകാശം കൊടുക്കും, തുല്യ അവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പോരല്ലോ, അത് തെളിയിക്കാൻ കൂടെ കിട്ടുന്ന ഒരു അവസരമല്ലേ അത്? അല്ല, അത് മുന്നിൽ കണ്ട് ഒരു പരിധി വരെ ശോഭാ സുരേന്ദ്രന് നേരത്തെ പിന്തുണ നൽകിയിരുന്ന PK കൃഷ്ണദാസ് ഗ്രൂപ്പും മറ്റ് ചില ഗ്രൂപ്പുകളും ഒക്കെ ഇപ്പോൾ ഒരുമിച്ചു. എല്ലാവരും ശോഭാ സുരേന്ദ്രനെതിരെ തിരിയുന്നുവെന്നാണ് ഒരു പൊതുധാരണ പടർന്നിരിക്കുന്നത്. നേരത്തെ K സുരേന്ദ്രനൊപ്പമുള്ള V മുരളീധരൻ പോലും ഇപ്പോൾ സുരേന്ദ്രനെ കൈയൊഴിഞ്ഞു. ഗത്യന്തരമില്ലാതെ ശോഭാ സുരേന്ദ്രനോട് കെ സുരേന്ദ്രൻ അടുക്കുന്നു എന്നുള്ള പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, നമ്മളതിനകത്ത് ഉപശാലകളിൽ നടക്കുന്ന നീക്കങ്ങളെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഈ പറയുന്ന പല നേതാക്കന്മാരും വെറും കളിമൺകാലുള്ള പ്രതിമകൾ മാത്രമാണ്. ഇവർക്കൊക്കെ 100,000 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാം മത്സരിച്ചിട്ടുണ്ട്, ഒരുമാതിരി മാന്യമായിട്ട് തോറ്റിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ മത്സരിക്കുമ്പോൾ തന്നെ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മളെ നോക്കി അവർ പരിഹസിച്ചിരിക്കും. കാരണം ജയിക്കുമെന്ന് പ്രതീക്ഷയില്ലാതെ നിൽക്കുകയാണ്. താൻ ജയിക്കണമെന്നും തന്റെ പാർട്ടി വളർത്തണമെന്നും അവർക്ക് തന്നെ ബോധ്യമില്ല. ഉദാഹരണത്തിന് പറയാം, സുരേന്ദ്രൻ 6 വർഷമായില്ലേ സംസ്ഥാന പ്രസിഡന്റായിട്ട്? 5 വർഷം കഴിഞ്ഞു. ഈ 5 വർഷത്തിനിടയിൽ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പ് പാർട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതല്ലാതെ കേരളത്തിന്റെ പൊതുസമൂഹം സുരേന്ദ്രനെ അംഗീകരിക്കുന്നുണ്ട് എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് പറയാൻ കഴിയുമോ? ആലോചിച്ച് നോക്കുക. അല്ല, കേരളത്തിന്റെ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ ശൈലിയുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കള്, ഘടകകക്ഷി നേതാക്കള്, അവരൊക്കെ ജനകീയമായി ജനങ്ങളുമായിട്ട് ഇടപഴകി ജനങ്ങൾക്കൊപ്പം ജീവിക്കുന്നവരാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തരാണ് പിണറായി വിജയനെ പോലുള്ള ചില നേതാക്കൾ. K സുരേന്ദ്രൻ ഒരു പക്ഷേ ഒരു പിണറായി ശൈലിയായിരിക്കും അവലംബിക്കുന്നത്. ഒരു ജനകീയ പ്രവർത്തനങ്ങളെക്കാൾ ഒരു ധാർഷ്ട്യമുള്ള ഒരു കർക്കശക്കാരനായ ഒരു നേതാവിന്റെ ശൈലി. ശിവനെ ഈ ധാർഷ്ട്യവും അഹങ്കാരവും അഹംഭാവവും പിന്നെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ജനതയല്ല കേരളത്തിലുള്ളത്. അപ്പൊ അതാരായാലും ശരി, ഏതിന് ധാർഷ്ട്യമുള്ള നേതാക്കന്മാരെയൊക്കെ ജനം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അവരെക്കുറിച്ച് ജനങ്ങൾ പറയുന്ന അഭിപ്രായം എന്താണ്? പൊതുസമൂഹം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ധാർഷ്ട്യം ഒരിക്കലും, എനിക്ക് ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ളത് ചില ഇവിടെ ഒരു പഞ്ചായത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ പാടുപെടുന്ന BJPയിലെ ചില നേതാക്കന്മാരുടെ ധാർഷ്ട്യം അസഹനീയമാണ്. അവരത് പോരാ, അവരുടെ അവരുടെ നിലപാടുകൾ മാറ്റണം. ജനങ്ങളെ സമീപിക്കുമ്പോൾ വിനയാന്യതരായിട്ട് ജനങ്ങളെ സമീപിക്കണം. അവരാദ്യം ചെയ്യേണ്ടത് നരേന്ദ്രമോദി എന്ന് പറയുന്ന BJPയുടെ നേതാവിനെ തന്നെ കണ്ടുപിടിച്ചാൽ മതി. പാർലമെന്റിലേക്ക് കയറിയപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരാൾ പാർലമെന്റിൽ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ വന്ന ആള് ആ പാർലമെന്റിന്റെ പടവിൽ, ആ പാർലമെന്റിന്റെ പടിയിൽ നെറ്റി തൊട്ട് ആദരവറിയിച്ചുകൊണ്ട് വന്നത്. കുറെ കാലങ്ങൾക്ക് മുമ്പ് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഉള്ള ഒരു ഭഗീരഥമ്മ 100 വയസ്സിക്കുള്ളുണ്ട്. അവര് പഠിതാവായി 4ാം ക്ലാസ് യോഗ്യത നേടി. അവർക്ക് അവാർഡ് കൊടുക്കാനുള്ള ഒരു ചടങ്ങില് നരേന്ദ്രമോദി വരുന്നു. നരേന്ദ്രമോദി എപ്പോഴും ജനങ്ങളെ താണാണ് തൊഴുന്നത്. ഏത് പൊതുയോഗത്തിന് വന്നാലും ഈ ഇരിക്കുന്ന ജനങ്ങള് എൻ്റെ യജമാനന്മാരാണെന്ന് ബോധ്യമുള്ള, അവരാണ് എൻ്റെ ശക്തി എന്ന് ബോധ്യമുള്ള നരേന്ദ്രമോദി നയിക്കുന്ന ഒരു പാർട്ടിയിലാണ് ഈ ആളുകൾ കാണിക്കുന്ന ധാർഷ്ട്യവും അഹങ്കാരവും അഹംഭാവം ജനങ്ങളിൽ അവജ്ഞ ഉണ്ടാക്കുന്നുള്ളതല്ലാതെ എന്ത് പ്രയോജനം ഇതുകൊണ്ട് നേടുന്നത്? നരേന്ദ്രമോദി വലിയൊരു അടയാളമല്ലേ? അപ്പോൾ നരേന്ദ്രമോദി എന്ത് ചെയ്താലും അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടും. പക്ഷെ സുരേന്ദ്രനെ സംബന്ധിച്ച് അല്ല, സുരേന്ദ്രൻ ഒന്നും ചെയ്യണ്ട. സുരേന്ദ്രന് ജനങ്ങളെ ഒന്ന് തൊഴാനും മാന്യമായി സംസാരിക്കാനും വരുന്ന ആളുകളെ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട്? സുരേന്ദ്രൻ എന്നല്ല, സുരേന്ദ്രനെ ഞാൻ ഒറ്റപ്പെട്ടൊന്നും കാണുന്നില്ല. പല നേതാക്കന്മാരുടെയും കടുത്ത ധാർഷ്ട്യം അവരെ അവജ്ഞയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ജനം ഇതൊന്നും എടുക്കില്ല. ജനത്തിന് പ്രത്യേകിച്ച് ഇവരെ കൊണ്ട് എന്ത് സാധിക്കാനാണ്? മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, UDF എത്ര ഘടകകക്ഷികളുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. വളരെ ദുർബലരായ ഘടകകക്ഷികളെ പോലും UDF ചേർത്ത് നിർത്തുന്നുണ്ട്. LDF നോക്കണം, കടന്നപ്പള്ളി രാമചന്ദ്രൻ, അതും അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവാണ്, കോൺഗ്രസ് എസിന്റെ. അദ്ദേഹം എത്രയോ കാലമായിട്ട് ഇവിടെ പിന്നെ മന്ത്രി MLA ആയിട്ടിരിക്കുകയാണ്. INL എന്നൊരു പാർട്ടി. INL എന്ന് പറഞ്ഞാൽ ഈ ബാബറി മസ്ജിദ് പ്രശ്നം ഉണ്ടായപ്പോഴേ ലീഗ് പിന്നെ വർഗീയ കലാപത്തിന് ഇറങ്ങിയില്ലെന്നുകൊണ്ട് പരിഭവിച്ച് ഇറങ്ങിപ്പോയി ഉണ്ടാക്കിയ പാർട്ടിയാണ്. അവരിൽ നിന്നും ഒരാളിനെ പിടിച്ച് ഈ രാജ്യത്തെ മന്ത്രിയാക്കി. അപ്പൊ അവരെ ഞാൻ പറയുന്നത്, അവർക്കൊരു മുന്നണിയുണ്ട്. BJPയുടെ മുന്നണിയിൽ ആരുണ്ട്? BJP കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്നത് BDJS മാത്രമല്ലേ ഉള്ളൂ. കൂടുതൽ ഘടകകക്ഷികളെ ഉണ്ടാവണം. അല്ലെ പുതിയ ഘടകകക്ഷികളെ, ജനകീയമായ ഘടകകക്ഷികളെ സൃഷ്ടിക്കണം. കരുണാകരൻ അങ്ങനല്ലേ ചെയ്തത്? CMB എന്ന് പറയുന്ന പാർട്ടി ആരാ സൃഷ്ടിച്ചത്? K കരുണാകരൻ സൃഷ്ടിച്ചാണ് CMB എന്ന് പറയുന്ന പാർട്ടി. RSPയിൽ ഡിവിഷൻ ഉണ്ടാക്കി RSP ഒരു പുതിയ RSPയെ സൃഷ്ടിച്ച് കടവൂർ ശിവദാസനെ കൊണ്ടുവന്നവരാണ്, കരുണാകരനാണ്. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടെങ്കിലേ ഇത് നടക്കുകയുള്ളൂ. അല്ലാതെ ഞാനും എൻ്റെ ഭാര്യയും തേങ്ങായിട്ട് തരാൻ ഒരു തണ്ടാനും മാത്രം മതി എൻ്റെ പാർട്ടിയിൽ എന്ന് വിചാരിക്കുന്നവരെ കൊണ്ട് ഈ പാർട്ടി എങ്ങും എത്തിക്കാൻ പറ്റില്ല.
എന്തെങ്കിലുമൊക്കെ കാര്യമായ മാറ്റം ബി ജെ പിയിൽ പ്രതീക്ഷിക്കാമോ? ഈ 15-ാം തീയതിക്ക് മുൻപ് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഔദ്യോഗിക ഭാരവാഹികൾ എത്താൻ, പാർട്ടി അധ്യക്ഷൻ ആര് എന്ന് കേന്ദ്ര നേതൃത്വം ഒരുപക്ഷെ ഉറപ്പിക്കാൻ, സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ. അല്ല, കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി കേരളത്തിലെ ഈ നടക്കുന്ന 2 തെരഞ്ഞെടുപ്പുകൾ, 2025 ലോക്കൽ ബോഡി ഇലക്ഷൻ, 26 നിയമസഭാ ഇലക്ഷൻ. അല്ല, കേന്ദ്ര ദേശീയ നേതൃത്വത്തിന് മുൻപിൽ സുരേന്ദ്രൻ ക്യാമ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തൃശ്ശൂരിൽ ഒരു MPയെ ഞങ്ങൾ തന്നില്ലേ എന്ന ചോദ്യം. ഇതേ നേതൃത്വത്തിന് കീഴിൽ അല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? അതിനകത്ത് പണ്ട് ഒരു സിനിമയുണ്ടായിരുന്നു, സത്യന്റെ സിനിമയാണ്. അപ്പൊ അതിനകത്ത് സത്യൻ ചട്ടമ്പിയാണ്, കവലച്ചട്ടമ്പിയാണ്. അപ്പൊ സത്യന്റെ കൂടെ വേറെ എനിക്കൊന്ന് കടുവാക്കുളം ആന്റണിയും കണ്ടാണ്. അപ്പൊ സത്യൻ ഇങ്ങനെ ഇറങ്ങിയുമ്പോൾ ആളുകളെല്ലാം വളരെ ഭയം നീക്കും. അപ്പൊ കടുവാക്കുളം ആന്റണി പറയും, ആരെങ്കിലും എന്നെ തൊടാനുണ്ടേ വാടാം. ഇത് ഞാൻ പറഞ്ഞു വന്നത്, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഭരണ നേട്ടം കൊണ്ട് വർദ്ധിപ്പിച്ച വോട്ടിന്റെ ഫലമാണ് ഈ കിട്ടുന്നത്. അതല്ലാതെ ഇവിടെ ഏത് നേതാവിന്റെ എന്ത് കോൺട്രിബ്യൂഷനാണ്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഈ നേതാവ് ഒരിടത്ത് ജയിച്ച് കാണിക്കട്ടെ. അദ്ദേഹം ഒരിടത്ത് ജയിച്ച് കാണിച്ചിട്ട് വേണ്ട, എനിക്ക് ജനകീയ പിന്തുണ ഇവിടെയുണ്ട്. ഒ രാജഗോപാൽ ജയിച്ചില്ലേ, സുരേഷ് ഗോപി ജയിച്ചില്ലേ? അപ്പൊ ജയിച്ച് കാണിക്കാൻ പറ്റില്ല എന്നില്ലല്ലോ. കേരളത്തിൽ തന്നെ BJPയിൽ 2 നേതാക്കന്മാർ ജയിച്ചവരുണ്ടല്ലോ. ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം ജയിച്ച് കാണിച്ചു. ഞാൻ പറഞ്ഞത്, ഒ രാജഗോപാല് താമര ചിഹ്നത്തിൽ ജയിച്ചു, അതേ താമര ചിഹ്നത്തിൽ സുരേഷ് ഗോപി ജയിച്ച് കാണിച്ചിട്ട് ഒരു നേതാവ് പറയണം ഇത് എന്റെ കൂടെ നേട്ടമാണ്. അല്ലാതെ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടേച്ച് ഇതെല്ലാം എന്റെ നേട്ടമാണെന്ന് പറയുന്നില്ല. അടുത്ത അധ്യക്ഷ സ്ഥാനത്ത് ആർക്കാണ് കൂടുതൽ സാധ്യത? അത് ഈ BJPയുടെ അധ്യക്ഷനെ തീരുമാനിക്കുന്നത് നേരത്തെ ആണെങ്കിൽ BJPക്ക് എനിക്ക് പറ്റിയ ഞാൻ കാണുന്ന ഒരു വീഴ്ച, ഇപ്പം നമ്മുടെ കേരളത്തിലെ പാർട്ടികൾ എടുക്കാമെങ്കിൽ നമ്മൾ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും CPIയും CPMക്കും ഇലക്ഷൻ്റെ ഒരു പ്രോസസ് ഉണ്ട്. അവരുടെ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ തന്നെയാണ് പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നത്, അല്ലാതെ പോളിറ്റ് ബ്യൂറോ നോമിനേറ്റ് ചെയ്യുന്ന ആളല്ല. അപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് പ്രോപ്പറായി ഇലക്ഷൻ ഉണ്ടായിരുന്നു. KG മാരാരുടെ സമയത്ത് പ്രോപ്പറായിട്ട് ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഇലക്ഷൻ സമ്പ്രദായം മാറിയിട്ട് ഏതാണ്ട് ഒരു നോമിനേഷൻ സ്റ്റൈലിലേക്കായി. ഇലക്ഷൻ സമ്പ്രദായം മാറി നോമിനേഷൻ സ്റ്റൈലിലേക്കായപ്പോൾ ഈ വെള്ളം കെട്ടിക്കിടന്ന് അത് ദുർഗന്ധം വമിക്കും. അപ്പം അധികാരം കൂടുതൽ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന ഒരു സിസ്റ്റം BJPയിൽ ഡെവലപ്പ് ചെയ്തു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഗുണവും ചെയ്യില്ല. അവർ ചെയ്യേണ്ടത് പ്രാദേശിക തലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നടത്തി പ്രാദേശിക തലത്തിൽ നിന്ന് ഉയർന്നു വരുന്ന നേതാക്കന്മാർക്ക് BJPയിൽ വളരാൻ സാധ്യതയുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താത്തിടത്തോളം കാലം BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വളരാനുള്ള സാധ്യത വിരളമാണ്. ഈ ബോൺസായി മരം വളർത്തുന്ന പോലെ ബോൺസായി ചെടി ആക്കി BJPയെ കേരളത്തിലെ ചില നേതാക്കൾ നിർത്തിയിരിക്കുകയാണ് അല്ലെ? പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. വെള്ളം കൊടുക്കുന്നില്ല, വളം കൊടുക്കുന്നില്ല, വളരാൻ അനുവദിക്കുന്നില്ല, സൂര്യപ്രകാശം പോലും കൊടുക്കുന്നില്ല. അത് എനിക്ക് ഓർമ്മ വരുന്നത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആണോന്ന് എനിക്ക് ഉറപ്പില്ല. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾക്ക് ഒരു പൂച്ചെടിയാണ് വേണ്ടതെങ്കിൽ അത് ഒരു ചെടിച്ചട്ടി നട്ടാൽ മതി, നിങ്ങൾക്കൊരു മഹാവൃക്ഷമാണ് വേണ്ടതെങ്കിൽ മണ്ണിൽ നടണം. അപ്പോൾ BJPക്ക് ബോൺസായിയെ വേണമെങ്കിൽ ഉത്തരേന്ത്യയിലെ നേതാക്കന്മാരെല്ലാം കൂടെ ബോൺസായിയെ വളർത്തിയെടുക്കട്ടെ, ചെടിച്ചട്ടി വളർത്താം, അതുകൊണ്ട് നടക്കാം, ആരുടെയെങ്കിലുമൊക്കെ ഡ്രോയിങ് റൂമിൽ വെക്കുകയും ചെയ്യാം. അതല്ല, BJP ഒരു മഹാവൃക്ഷമായിട്ട് മാറണം കേരളത്തിൽ എന്നവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ണിലേക്ക് നടണം. മണ്ണിന്റെ മണമുള്ള പ്രവർത്തകർ താഴെ നിന്ന് തന്നെ ഉയർന്നു വരണം. ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന നേതാക്കന്മാര് സംസ്ഥാന തലത്തിൽ വരണം. അങ്ങനെ അടിസ്ഥാനപരമായ മാറ്റം വരാതെ എങ്ങനെയാണ് സ്വയം BJPക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും. വളരെ നന്ദി പ്രൊഫസർ ഗൗതം ഗോപകുമാർ. നന്ദി, നമസ്കാരം.